ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്. ശബരിമലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായക മൊഴി നൽകി എ പത്മകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് തന്ത്രി കണ്ഠരര് രാജീവരാണെന്നാണ് വെളിപ്പെടുത്തൽ. കേസിൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ. സാരംഗ്, ഈ പത്മകുമാറിൽ നിന്ന് ഈ അന്വേഷണം എങ്ങോട്ടേക്ക് പോകും? അത് മന്ത്രിതലത്തിലേക്കായിരിക്കുമോ അതോ തന്ത്രി തലത്തിലേക്കായിരിക്കുമോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാർത്ത. ഈ പത്മകുമാർ നൽകിയിട്ടുള്ള മൊഴി ഈ അന്വേഷണത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരിക്കും? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പത്മകുമാർ നൽകിയ നിർണായക മൊഴിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് ആ സമയത്തെ തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവരാണ് എന്ന മൊഴിയാണിപ്പോൾ എ പത്മകുമാർ നൽകിയിരിക്കുന്നത്. സാരംഗ്, ഈ പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. ഈ മൊഴി, തന്ത്രിയാണ് തന്നെ പരിചയപ്പെടുത്തിയത് എന്ന മൊഴി ഈ അന്വേഷണത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഭവ്യ, ഇത്തരത്തിൽ ഈ ഒരു തന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ആദ്യമായിട്ടാണ് ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരു ഉദ്യോഗസ്ഥ തലത്തിലായിരുന്നു മിക്കവാറും അന്വേഷണം മൊത്തം കടന്നുപോയത്. അതായത് ഈ ഒരു ദേവസ്വം പ്രസിഡന്റും മറ്റ് ജീവനക്കാരടക്കമുള്ളവരിലേക്കായിരുന്നു SITയുടെയും മുൻപ് ദേവസ്വം ബോർഡിൻ്റെ അടക്കം അന്വേഷണം കടന്നു ചെന്നത്. പിന്നീടാണ് ഇപ്പോഴാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുമ്പോഴായിരുന്നു ഇങ്ങനെ ഒരു മൊഴി രേഖപ്പെടുത്തിയത്. അതായത് ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് ഈ ഒരു തന്ത്രിയാണ് എന്നൊരു നിർണായക മൊഴി. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല, ഈ ഒരു തന്ത്രി തലത്തിലടക്കമുള്ള, അതായത് മറ്റു തലങ്ങളിലും ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ ഒരു സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടന്ന ആ വിവരങ്ങളടക്കം SITക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ കുറച്ച് സമയം മാത്രമാണ്, ഒരു ദിവസമായിരുന്നു ഈ ഒരു പത്മകുമാറിനെ കസ്റ്റഡിയിൽ കോടതി അനുവദിച്ചത്. ഇന്ന് അവസാനിക്കും. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി കസ്റ്റഡി കാലാവധി അവസാനിക്കും. അതിനു മുൻപ് തന്നെ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ കൈക്കലാക്കുക, അതായത് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ വിവരങ്ങൾ, ഈ ഒരു തന്ത്രിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചതുപോലെ തന്നെ ആ സമ്പത്ത്, അതായത് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണമിടപാടുകളും പിന്നെ ഒപ്പം തന്നെ ഈ പത്മകുമാറിൻ്റെ അടക്കം ഭൂമി ഇടപാടുകളും കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിച്ചറിയാൻ, അതായത് വിവരങ്ങളെല്ലാം ശേഖരിക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ ഈ ഒരു പാസ്പോർട്ട് അടക്കം ഈ ഒരു CC ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നിർണായകമായൊരു നീക്കം SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതെല്ലാം വിരൽ ചൂടുന്നത് ഇതിൽ വലിയൊരു ശൃംഖലയുണ്ടോ, വലിയൊരു നെറ്റ്വർക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം SITക്ക് മുൻപിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് അടക്കം എത്തുക, അതായത് വളരെ ചുരുങ്ങിയൊരു സമയപരിധിയാണ് ഈ ഒരു ഹൈക്കോടതി അനുവദിച്ചെങ്കിലും ആ സമയം കൊണ്ട് നിർണായകമായ എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് കണ്ടെത്തി ഈ ഒരു ശബരിമലയുമായി ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന കണ്ണികളെയും ഇതിന് പുറമേയുള്ള കണ്ണികളെയും, അതായത് ഈ ഒരു സ്വർണം വേർതിരിച്ചെടുക്കാൻ അടക്കം സഹായിച്ചതും പിന്നെ ഈ ഒരു അന്തർ സംസ്ഥാന ലോബി ഉണ്ടെന്നടക്കമുള്ള സൂചനകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ വരെ എത്തിയിട്ടുണ്ട്, ഈ പണം ആരുടെയൊക്കെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്, സ്വർണം എത്രത്തോളം നഷ്ടപ്പെട്ടു എന്ന നിർണായക വിവരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സുപ്രധാന ഒരു ലീഡാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് SITക്ക്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോപണ വിധേയരായ എല്ലാവരെയും ഒന്നുകിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ തന്ത്രിയിലടക്കം ഇത്തരത്തിലുള്ള അന്വേഷണം എത്തി നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഭവ്യ. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.